ആര് മുന്നിൽ ആര് പിന്നിൽ വിധി ദിനം മെയ് 4 തിങ്കളാഴ്ച രാവിലെ 5 മണി മുതൽ തത്സമയം 24. പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ചാനൽ 24 ഏഷ്യാനെറ്റ് കേബിൾ വിഷനിൽ ചാനൽ നമ്പർ 131 ലഭ്യമാണ്. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എങ്കിൽ അത് പറ മോളെ. എന്താ മോളെ? നന്ദു വീട്ടിലില്ലമ്മേ. ഇന്നലെ പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. നന്ദന എവിടെ പോയി? എന്താ മോളെ, നന്ദൻ എവിടെ പോയതാ? അറിയില്ല അച്ഛാ. എന്തൊക്കെയാ മോളെ നീ പറയുന്നത്? നന്ദൻ എവിടെയാണെന്ന് നിനക്കറിയില്ലെന്നോ? എന്തൊക്കെയാ കേക്കുന്നേ? മോളെ, നിങ്ങൾ തമ്മിൽ മിണ്ടാറും പറയാറൊന്നുമില്ലേ? അങ്ങനെയൊന്നുമില്ല അച്ഛാ. പിന്നെന്താ കാര്യം? നിന്നെ നിപ്പിൽ അങ്ങ് ഇറങ്ങിപ്പോയിന്നോ? മാധവേട്ടാ വന്നേ, നമുക്ക് ചന്ദ്രത്തേക്ക് പോവാം. ഒന്നും വേണ്ടമ്മേ. ഇനി അവിടെ പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ചേച്ചി, സ്വന്തം ഭർത്താവിനെ പറ്റി അറിയില്ലെന്നല്ലേ ചേച്ചി ഇപ്പൊ പറഞ്ഞത്? കാര്യങ്ങൾ ഞാൻ കേട്ടു. മുമ്പ് ഞാൻ പറഞ്ഞത് എത്രത്തോളം സത്യമാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? സ്വന്തം ജീവിതത്തിന്റെ തീരുമാനങ്ങൾ മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്താ ഇങ്ങനെയിരിക്കും. അതുകൊണ്ട് തന്നെയാ എന്റെ ലൈഫിൽ മറ്റാരെയും ഇടപെടാൻ ഞാൻ സമ്മതിക്കാത്തത്. നിർത്തടി. ഇവിടെ മനുഷ്യൻ ആദ്യം പിടിച്ചിരിക്കുമ്പോഴാ അവളുടെ ഒരു തത്വം പറച്ചില്. ഞാൻ പറഞ്ഞ തത്വം നേരത്തെ കേട്ടിരുന്നെങ്കിൽ ഇന്ന് ആദ്യം പിടിക്കണ്ടായിരുന്നു. ശാരി, നീ കൂടുതൽ സംസാരിക്കണ്ട. അതെന്താ അച്ഛാ സംസാരിച്ച? ഞാൻ സംസാരിക്കുന്നതിൽ എന്തേലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞാ മതി, തിരുത്താം. ചേച്ചി, ചേച്ചിക്ക് ഇത്രയും വലിയ പദവിയും സ്വാധീനവും ഒക്കെയുണ്ട്. പക്ഷേ നന്ദേട്ടനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. ചന്ദ്രോത്തേക്ക് പോവാന്ന് അച്ഛനും അമ്മയും പറയുമ്പോഴും പേടിക്കുന്നു. ചുരുക്കത്തിൽ ചേച്ചിക്ക് മറ്റുള്ളവരെ ഇടപെടിക്കാനും മടിയാ, സ്വയം ചെയ്യാനുള്ള ശക്തിയുമില്ല. നന്ദേട്ടനെ ഞാൻ കണ്ടുപിടിച്ചു തരട്ടെ. നന്ദുനെ നീ എങ്ങനെ കണ്ടുപിടിക്കുമെന്നാ പറയുന്നേ? ഞാൻ എങ്ങനെ കണ്ടുപിടിക്കുമെന്നോ? എനിക്ക് ചേച്ചിയെക്കാളും ധൈര്യമുണ്ട്. നാട്ടുകാരെന്തു പറയുന്നുള്ള പേടിയുമില്ല. ചില കാര്യങ്ങളിൽ ഞാനും ഇപ്പൊ ഉറച്ച നിലപാടുകൾ തന്നെയാ എടുക്കുന്നത്. ഏതെങ്കിലും ചില കാര്യങ്ങളിൽ എടുത്തിട്ട് കാര്യമില്ല. എല്ലാത്തിലും എടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാനാ ചേച്ചി വിളിച്ചു വരുത്തിയെന്നറിയാം. പക്ഷേ ഞാനിപ്പോ ചേച്ചിയുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി തരാം. സോഷ്യൽ മീഡിയയിൽ മുമ്പ് വാർത്തകൾ വന്നപ്പോഴേ ശക്തമായിട്ട് ഇടപെടാനായിരുന്നു. എന്തായാലും സമാധാനിക്ക്, ഞാനൊന്ന് ശ്രമിക്കട്ടെ.